മാട്ടുക്കട്ട ഹരിതീർത്ഥപുരം ക്ഷേത്രം ശാന്തിക്ക് തലയ്ക്ക് കുത്തേറ്റു. മാട്ടുക്കട്ട നടത്തുകത്ത് അനിൽകുമാറിനാണ് തലയ്ക്ക് കുത്തരുത്. മാട്ടുക്കട്ട ആപ്കോസ് മുൻ പ്രസിഡന്റ് കൂനമ്പാറയിൽ മാത്യു ജോസഫാണ് കുത്തിയത്. തലയ്ക്ക് പരിക്കേറ്റ ശാന്തി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഇന്നലെ വൈകുന്നേരം ഹരിതീർത്ഥപുരം ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ ക്ഷേത്രപൂജ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വിളിച്ചു വരുത്തിയാണ് കുത്തിയത്. മാട്ടുക്കട്ടയിൽ വീട്ടുസാധനങ്ങൾ വാങ്ങാൻ ഇരുചക്രവാഹനം നിർത്തിയപ്പോൾ ഇരുമേടയിൽ സണ്ണി, ഷാദി അവരുടെ സംഘം പ്രവർത്തിക്കുന്ന മാട്ടുക്കട്ടയിലെ വടക്കേടത്തിന്റെ കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തി. ഇരുട്ടിൽ ഒളിച്ചു നിന്നിരുന്ന വാവച്ചൻ അനിൽകുമാറിനെ മുറിയിലേക്ക് തള്ളിക്കയറ്റുകയും മർദ്ദിക്കുകയും ചെയ്തു. കുതിരി രക്ഷപ്പെടാൻ ശ്രമിച്ച അനിൽകുമാറിനെ സണ്ണി പിടിച്ചു നിർത്തുകയും വാവച്ചൻ കുത്തുകയുമായിരുന്നുവെന്ന് അനിൽകുമാർ പറഞ്ഞു. ഓടി പുറത്തിറങ്ങി മുറി പുറത്തുനിന്ന് പൂട്ടിയാണ് രക്ഷപ്പെട്ടതെന്നും നാട്ടുകാരാണ് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നും അനിൽകുമാർ പറയുന്നു. തലയ്ക്ക് 4 കുത്തിക്കിട്ടുണ്ട്. ശരീരത്തിൽ പല ഭാഗത്തായി ചതവും മുറിവും പറ്റിയിട്ടുണ്ട്. ഈ സണ്ണി വിളിച്ചത് കഴിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ വാവച്ചൻ എന്നെ ചെറു വിളിച്ചു. നീ എന്താ പേര് കള്ള കേസ് കൊടുക്കല്ലേ മറ്റൊന്നാണെന്ന് പറഞ്ഞു. വെളി പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് തെളി വിളിച്ചു. അങ്ങനെ ഈ സണ്ണി എന്നെ തിരിച്ച് തള്ളി. വാവച്ചൻ്റെ എന്തോ മാരകായുധം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് തന്നെ തലങ്ങും വിലങ്ങും കുത്തിയപ്പോഴത്തേനും ഇടയ്ക്ക് കണ്ണിനെത്തി കുത്തുകൊള്ളു. കുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് ബ്ലഡ് ചാടി. സണ്ണി എന്നെ പിടിച്ചു. സണ്ണിനെ വെട്ടിച്ചു. അങ്ങനെയാണ് ഇവൻ എന്നെ താഴോട്ട് തള്ളിയിട്ട് എന്നെ ചവിട്ടൊക്കെ ചെയ്ത് കരിയും കാലും എല്ലാം പോകുന്നു. അത് കഴിയുമ്പോഴത്തേനാണ് ഭയങ്കരമായിട്ട് ബ്ലഡ് ചാടിയാ മുറിച്ചാൽ മൊത്തം പെട്ടെന്ന് വെളിയിൽ അറിഞ്ഞിട്ട് വാതിൽ കുത്തിയിട്ട് പോയി. മനഃപൂർവ്വം എന്നെ കൊല്ലാൻ. ശാന്തിയുടെ ഭാര്യ മാട്ടുക്കട്ട സൊസൈറ്റിയിലെ ജീവനക്കാരിയാണ്. പ്രസിഡന്റായിരുന്നപ്പോൾ വനിതയായി ഇവരോട് പലവട്ടം മോശമായി പ്രസിഡന്റ് പെരുമാറിയിരുന്നു. ഇവരുടെ പരാതിയിൽ പാർട്ടി പലതവണ താക്കീത് നൽകി. എന്നിട്ടും പെരുമാറ്റം തുടർന്ന സാഹചര്യത്തിൽ ജീവനക്കാരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതാണ് അനിൽകുമാറിനോട് വൈരാഗ്യം കാരണമെന്നാണ് ഇവർ പറയുന്നത്. ശാന്തിയെ മർദ്ദിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.